ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കമലൻ വിജിലയ്ക്ക് വേണ്ടി മെഡിസിൻസ് വാങ്ങിക്കാനായി പുറത്തേക്ക് പോകുന്ന സമയത്ത് വിഷ്ണുവിനെ അവിടെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ അത് നോക്കിയേക്കണേ എന്ന് പറഞ്ഞ് കമലൻ വിഷ്ണുവിനെ അവിടെ നിർത്തുന്നു. ഞാൻ നോക്കിക്കോളാം, നീ ധൈര്യമായിട്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞ് വിഷ്ണു കമലിനെ പറഞ്ഞയച്ചു. കമലൻ പോയി കഴിയുമ്പോൾ അവിടെ കാഷ്വാലിറ്റിക്ക് ഫ്രണ്ടിലിരിക്കുന്ന ഹർഷനെ വിഷ്ണു കണ്ടു. പെട്ടെന്ന് ആരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോ കൂടെ ഹർഷനെ കണ്ടതുകൊണ്ട് ഉടൻ തന്നെ വിഷ്ണു ചോദിച്ചു, എന്താ സംഭവിച്ചത്, അകത്തുള്ള ആൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചതും ഉടനെ ഹർഷൻ പറഞ്ഞു, ഒരു ആക്സിഡന്റ് ആണ്, കൂടെ ബന്ധുക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് വിഷ്ണു പറഞ്ഞത്, എന്തായാലും അവര് നന്മയുള്ളവരായിരിക്കാം, അതുകൊണ്ടായിരിക്കുമല്ലോ സഹായിക്കാനായിട്ട് ആരെങ്കിലും ഒപ്പം ഉണ്ടായത് എന്ന് പറഞ്ഞു. അല്ല, ഫ്രണ്ട്സ് അവരാരാണെന്നോ അവരുടെ ബന്ധുക്കളെ മറ്റോ അറിയുമോ എന്ന് ചോദിച്ചതും ഒന്നും അറിയില്ല എന്ന് ഹർഷൻ അറിയിച്ചു. അപ്പോഴേക്കും അവിടേക്ക് ഒരു നേഴ്സ് എത്തി. അല്ല, നിങ്ങൾക്ക് പരിചയമുള്ള ആളാണോ, അതാരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചതും ഹർഷൻ പറഞ്ഞു, ഇല്ല എനിക്കറിയില്ല, അവരുടെ മൊബൈൽ ഫോൺ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ നേഴ്സ് ആ മൊബൈൽ ഫോൺ വാങ്ങി. അപ്പോഴേക്കും നേഴ്സ് ചോദിച്ചു, അയ്യോ ഇത് ലോക്കാണല്ലോ എന്ന് പറഞ്ഞപ്പോ ഹർഷൻ പറഞ്ഞു, ഞാൻ നോക്കിയിരുന്നു, ഇത് ലോക്കാണെന്ന് അപ്പോഴാണ് ഞാനും മനസ്സിലാക്കിയത്, ബന്ധുക്കളെ ആരെങ്കിലും വിളിച്ച് വിവരം അറിയിക്കാന്നോർത്ത് ഞാനും ഫോൺ നോക്കിയതാണെന്ന് ഹർഷൻ മറുപടി നൽകി. ഉടനെ നേഴ്സ് ചോദിച്ചു, ആ ശരി, എന്നാ ആരെങ്കിലും വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് വിവരം അപ്പോഴറിയിക്കാമെന്ന് പറഞ്ഞ് ഫോൺ നേഴ്സ് പിടിച്ചിടും. ഹർഷൻ പുഞ്ചിരിയോടെ പറഞ്ഞു, എന്നാ ശരി ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഹർഷൻ പോകാനായി യാത്ര ചോദിച്ചു. അത് കേട്ടതും നേഴ്സ് ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നത്? പെട്ടെന്ന് ഹർഷൻ അതിശയപ്പെട്ട് ചോദിച്ചു, അല്ല ഞാൻ വീട്ടിലേക്ക് പോകുന്നതിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ നേഴ്സ് പറഞ്ഞു, അല്ല ഇവിടെ ഇങ്ങനെ ആക്സിഡന്റ് സംഭവിച്ച ആളെ ഇവിടെ കൊണ്ടേ ആക്കിയിട്ട് അങ്ങനെ അങ്ങ് വിട്ടുപോകുന്നത് ശരിയാണോ സർ? ഉടനെ തന്നെ ഹർഷൻ പറഞ്ഞു, അതെ, ഇതുകൊണ്ടാണ് ഈ നാട്ടിൽ ആരും തന്നെ ഒരു സഹായം ചെയ്യാത്തത്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള അപകട കാര്യങ്ങളിൽ എന്ന് പറഞ്ഞപ്പോ നേഴ്സ് പറഞ്ഞു, സാറേ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും വരുന്നത് വരെ സാർ ഒന്ന് ഇവിടെ നിൽക്ക് എന്നറിയിച്ചു. ശരിയെന്ന് പറഞ്ഞ് ഹർഷൻ അവിടെ അങ്ങനെ നിൽക്കുമ്പോ നേഴ്സ് അകത്തേക്ക് പോയത്ത സമയത്ത് വിഷ്ണുവിനെ നോക്കി ഹർഷൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സത്യത്തിൽ ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും അകത്ത് നിന്ന് മറ്റൊരു നേഴ്സ് എത്തിയിട്ട് പറഞ്ഞു, അതെ ദാ ഈ മെഡിസിൻ വാങ്ങിക്കണം എന്നറിയിച്ചു. ശരി എന്ന് പറഞ്ഞ് ഹർഷൻ വിഷ്ണുവിനെ നോക്കിയപ്പോ വിഷ്ണു പറഞ്ഞു, അല്ല എന്തായാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം അവരുടെ ബന്ധുക്കൾ വരുന്നത് വരെ നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, നമ്മൾ എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോ ബ്ലോക്കിൽ പെടാറുണ്ടല്ലോ, അതുപോലെ കരുതിയാൽ മതി എന്ന് പറഞ്ഞപ്പോ ഹർഷൻ പറഞ്ഞു, ഞാനും അങ്ങനെ വിചാരിച്ചുള്ളൂ എന്ന് ഹർഷനും മറുപടി നൽകി. ഉടനെ വിഷ്ണു ശരിയെന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചങ്ങ് നിൽക്കുമ്പോ എന്നാ ഞാൻ ഈ മെഡിസിൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഹർഷൻ വേഗം പുറത്തേക്ക് പോയി. ഹർഷൻ പോയ സമയത്ത് വിഷ്ണു ആലോചിച്ചു, എന്തായാലും ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെ നമ്മൾക്ക് ചിലപ്പോൾ സഹായിക്കേണ്ടി വന്നേക്കും, യാതൊരു രക്തബന്ധമോ ഇല്ലാത്ത ആളുകളെ ചിലപ്പോ നമുക്ക് സഹായിക്കേണ്ടതായിട്ടും അവരൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടും വന്നേക്കും, അതൊക്കെ ഈ മനുഷ്യ ജന്മത്തിൽ അങ്ങനെ ഒരു നിയോഗമാണ് എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ അകത്ത് കിടക്കുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണെന്നുള്ള കാര്യം അറിയാതെ വിഷ്ണു അങ്ങനെ ആലോചിക്കുന്നതും ഒരു നേഴ്സ് വീണ്ടും പുറത്തേക്ക് ഇറങ്ങുമെന്ന് ചോദിച്ചു, അല്ല ഇവിടെ നിന്നാ സാറന്തിയെ, അകത്തെ പേഷ്യന്റിന്റെ ബന്ധുവാണ് നിങ്ങൾ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു, അല്ല ഞങ്ങള് ഇവിടെ അടുത്ത ബന്ധുവല്ല, ഇവിടെ നിന്ന ആള് മെഡിസിൻ വാങ്ങിക്കാനായി പുറത്തേക്ക് പോയി, എന്താ സിസ്റ്റർ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്തായാലും അയാള് ഇനി പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നേഴ്സ് വേഗം അകത്തേക്ക് പോന്നു. ഈ സമയത്ത് ഇത്രയും നേരമായിട്ടും ശാലിനിയെ കുറിച്ചൊരു വിവരവുമില്ലാത്ത ടെൻഷനിലായി സത്യ വഴിയിലേക്ക് നോക്കിയിട്ട് ആലോചിച്ചു, ഇത്ര നേരമായിട്ട് അമ്മ എന്താ വരാത്തത്, ശാരദാമ്മയാണേലും എത്തിയില്ല, ഒന്ന് വിളിച്ചു നോക്കാം എന്നാലോചിച്ച് സത്യ വേഗം ശാരദാമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. ശാരദാമ്മ കോൾ എടുക്കാറായതോടെ സത്യ ആലോചിച്ചു, അല്ലെങ്കിലും ഈ ശാരദാമ്മയെ വിളിച്ചാൽ ചില നേരത്ത് വിളിച്ചാൽ കിട്ടാറേ ഇല്ല, ഒരാവശ്യ കാര്യത്തിന് വിളിച്ചാല് ശാരദാമ്മയെ കിട്ടത്തില്ലല്ലോ, ഇനിയിപ്പോ അമ്മയെ വിളിച്ചു നോക്കാം എന്നാലോചിച്ച് ശാലിനിയുടെ ഫോണിലേക്ക് കുട്ടി വിളിച്ചു. ശാലിനിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് അടുത്തുണ്ടായിരുന്ന നേഴ്സ് വന്ന് കോൾ അറ്റൻഡ് ചെയ്തു. കോൾ എടുത്തതും ഹലോ ഇതാരാ എന്ന് സത്യ ചോദിച്ചു. ഞാനാ സത്യ എന്ന് സത്യ പറയുകയും ചെയ്തു. കേട്ട് നേഴ്സ് ചോദിച്ചു, അല്ല കുട്ടി ആരാ, ഞാൻ എന്റെ അമ്മയുടെ ഫോണിലേക്കാ വിളിച്ചത്, നിങ്ങളാരാ എന്ന് സത്യ അന്വേഷിച്ചപ്പോ നേഴ്സ് ചോദിച്ചു, അല്ല മോളുടെ അടുത്ത മുതിർന്നവരാരും ഇല്ലേ എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു, ഇല്ല ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ,
ഇവിടെയുള്ളവരൊക്കെ പുറത്തു പോയേക്കുവാ എന്ന് പറഞ്ഞു. അല്ല, അമ്മ എന്തിയെ എന്ന് ചോദിച്ചപ്പോ ഉടനെ നേഴ്സ് പറഞ്ഞു, അത് പിന്നെ മോളെ, അമ്മയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചു. അത് കേട്ടപ്പോഴേക്കും സത്യമോളാകെ ഞെട്ടി. ആക്സിഡന്റോ എന്ന് ചോദിച്ചതും ഉടനെ സത്യയോട് നേഴ്സ് പറഞ്ഞു, അയ്യോ മോള് പേടിക്കാനൊന്നുമില്ല, അമ്മയുടെ ഫോൺ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയതുകൊണ്ട് മോളെ വിളിച്ചതാണ്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ മുതിർന്നവരാരേലും വരുമ്പോഴേ മോള് ഈ വിവരമൊന്ന് പറയണം, നിർമ്മല ഹോസ്പിറ്റലിലേക്ക് വരാനും പറയണം എന്നറിയിച്ചു. അങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ചതും സത്യമോള് ആകെ ടെൻഷനിലായി. അയ്യോ, അമ്മയ്ക്ക് എന്താ പറ്റിയത്, ശാരദാമ്മേനൊന്ന് വിളിച്ച് വിവരം പറയാം എന്നാലോചിച്ച് ശാരദാമ്മയുടെ ഫോണിലേക്ക് സത്യ വിളിച്ചു. എന്നിട്ടും കിട്ടാതായതോടെ സത്യക്ക് ആകെ ടെൻഷനായി. ഈ ശാരദാമ്മയെ വിളിച്ച ഒരിക്കലും കിട്ടാറില്ലല്ലോ എന്ന് സങ്കടത്തോടെ ആലോചിച്ചതിന് ശേഷം വേഗം സത്യ എന്നാ ശ്യാമാന്റിയെ വിളിക്കാം എന്ന് ചിന്തിച്ചു. ഉടനെ തന്നെ ശ്യാമയുടെ ഫോണിലേക്ക് സത്യ വിളിച്ചു. ഈ സമയത്ത് ശ്യാമ സത്യാമ്മയുടെ വീട്ടിൽ കിച്ചണിൽ നിന്ന് വലിയൊരു ആലോചനയിൽ മുഴുകിയിരുന്നു. ഇന്നിനിയിപ്പോ എന്റെ കുഞ്ഞേച്ചിയുടെ ജീവിതം എങ്ങനെയാകും? ഇന്ന് 12 മണിക്കാണല്ലോ വിഷ്ണുവേട്ടന്റെ ജീവിതത്തിലേക്ക് കാർത്തിക എന്ന് പറയുന്ന ആ മാരണം വലിഞ്ഞു കയറി വരുന്നത്. ഇന്നത്തെ ഈ വിവാഹം കഴിഞ്ഞാൽ ഇപ്പോ അവൾ നിലത്തൊന്നും അല്ല നിൽക്കുന്നത്. ഇനി വിവാഹം കൂടി കഴിഞ്ഞാൽ അവൾ തലയിൽ കയറി നിരങ്ങാൻ തുടങ്ങും. ഇതിനൊക്കെ എന്താ ഈശ്വര ഒരു പോംവഴി എന്ന് ആലോചിച്ച് ശ്യാമ സങ്കടപ്പെട്ട് നിന്നത് പപ്പിമോൾ അപ്പോഴേക്കും അവിടേക്ക് എത്തി. അമ്മയെ എന്ന് വിളിച്ചത് കേട്ട് പപ്പിയെ ശ്യാമ നോക്കി. എന്താ മോളെ എന്ന് ചോദിച്ചപ്പോ പപ്പി അരികിലേക്ക് വന്ന് പറഞ്ഞു, അമ്മ നമ്മള് വിവാഹത്തിന് വലിയ വിഷ്ണുവച്ചന്റെ കല്യാണത്തിന് ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിച്ചു, ഒരുങ്ങുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വീണ്ടും ശ്യാമ ചോദിച്ചു, മോളെന്താ മറുപടി പറഞ്ഞത്? ഓ, എനിക്കിഷ്ടമില്ലല്ലോ ഈ കല്യാണത്തിന് പോകാൻ, അമ്മ ഒരുങ്ങുമ്പോ ഞാൻ ഒരുങ്ങിക്കോളാമെന്നാ പറഞ്ഞത്, അമ്മയുടെ കൂടെ ഒരുങ്ങാമെന്ന്. ഉടനെ പപ്പിയോട് ശ്യാമ പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യും, ഈ കല്യാണത്തിന് നമ്മൾ പോണോ അമ്മേ? ഇനി വിഷ്ണുവച്ചന്റെ കൂടെ ഇവിടെ അതിന്റെ ആന്റി ആയിട്ട് ആ കാർത്തിക ആന്റി വന്നാൽ പിന്നെ നമ്മളെ ഇവിടെ ഒന്ന് അടിച്ചു ഓടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ തലയിലേക്ക് അവർ ഓരോ വലിയ വലിയ ഭാരങ്ങൾ വെച്ച് തരുമെന്ന് എനിക്ക് തോന്നുന്നു അമ്മേ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും സത്യ പപ്പിയെ നോക്കിയിട്ട് ശ്യാമ പറഞ്ഞു, എന്റെ പൊന്നുമോള്, ഈ വിവാഹം നടക്കുന്ന ഓർത്ത് പേടിക്കുന്നതിനേക്കാൾ ഉപരി ഈ വിവാഹം നടക്കല്ലേ എന്ന് മോള് പ്രാർത്ഥിക്കുക എന്ന് പപ്പിയോട് ശ്യാമ പറഞ്ഞു. അത് കേട്ടതും പപ്പി പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി കണ്ണന്റെ അടുത്ത് പോയി പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചാലോ എന്ന് പപ്പി ചോദിച്ചു. ഉടനെ ശ്യാമ പറഞ്ഞു, ഈ വിവാഹം എന്തായാലും മുടങ്ങും, അതിനുള്ള എന്തെങ്കിലും വഴിയുമായിട്ട് മോളുടെ ചേച്ചിയമ്മ വരും തീർച്ചയാണ് എന്ന് പറഞ്ഞപ്പോ പപ്പി പറഞ്ഞു, ആണോ, എന്നാ ഞാൻ കണ്ണനോട് ഒന്നുകൂടി പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് പപ്പി വേഗം പൂജാമുറിയിലേക്ക് ഓടിപ്പോയി. അപ്പോഴാണ് സത്യയുടെ ഫോൺ കോള് ശ്യാമയുടെ ഫോണിലേക്ക് എത്തിയത്. ശ്യാമ നോക്കിയതും അയ്യോ, ഇത് സത്യമോളാണല്ലോ വിളിക്കുന്നത് എന്നാലോചിച്ച് വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഫോൺ എടുത്ത ഉടനെ ശ്യാമ പറഞ്ഞു, അയ്യോ മോളെ, ഇവിടെ ഇപ്പോ പപ്പി ഇല്ലല്ലോ, പപ്പി ഇപ്പം അങ്ങ് താഴേക്ക് പോയതേ ഉള്ളൂ പൂജാമുറിയിലേക്ക്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ കൊണ്ടുപോയി ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞ് ഫോണുമായിട്ട് പോകാമെന്ന് ശ്യാമ പറഞ്ഞപ്പോ ഉടനെ സത്യ പറഞ്ഞു, വേണ്ട ശ്യാമാന്റി, ഞാൻ വിളിച്ചതേ വേറൊരു കാര്യം പറയാനാ, അമ്മയ്ക്ക് ആക്സിഡന്റ് സംഭവിച്ചു, നിർമ്മല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്ന് പറഞ്ഞു. ഇപ്പോ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, മുത്തശ്ശനും ശാരദാമ്മയൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് എന്റെ അമ്മയെ ഇപ്പൊ കാണണം ആന്റി എന്ന് സങ്കടത്തോടെ സത്യ പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, മോളൊന്ന് സമാധാനപ്പെട്, ആന്റി ഇപ്പൊ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം, ആന്റി ഇപ്പൊ തന്നെ അവിടേക്ക് വരാം എന്ന് പറഞ്ഞ് ശ്യാമ പറഞ്ഞത് കേട്ട് ആകെ ടെൻഷനോടെ വേഗം അവിടേക്ക് പോകാനായിട്ട് തയ്യാറെടുപ്പുകൾ നടത്തി. ഉടനെ തന്നെ ശ്യാമ സത്യയും പപ്പിയും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച് സത്യയോട് വീണ്ടും ശ്യാമ ഓർമ്മിപ്പിച്ചു, മോളെ, ഞങ്ങള് വരുമ്പോ നീ അങ്ങനെ തന്നെ ഇരുന്നോണം, ഒരു കാരണവശാലും അടുത്ത് വന്ന് ഇതിന് വലിയൊരു തിരിച്ചടിയുള്ളതാക്കി മാറ്റരുത് എന്ന് പറഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ ശ്യാമ പറഞ്ഞ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് കുട്ടികൾ അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു ശാലിനിയൊക്കെ ഹോസ്പിറ്റലിൽ വന്ന ആ കാഷ്വാലിറ്റിയുടെ മുന്നിൽ നിൽക്കുന്ന വിഷ്ണു ശാലിനിക്ക് ബോധം തെളിയുന്നവരെ കാത്തു നിന്നു. ശാലിനിക്ക് അല്പം ബോധം തെളിഞ്ഞു വരുമ്പോൾ വിഷ്ണു വല്ലാത്ത ടെൻഷനോടെ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചതുപോലെ വിഷ്ണു അങ്ങനെ തിരുമ്മിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അവിടേക്ക് കമലിനെത്തിയത്. ആശാനെ, എന്തായാലും ഒരാഴ്ച കൂടി ഇവിടെ കിടക്കേണ്ടി വരും, അത് കഴിഞ്ഞ് എന്തേലും പറയാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്
എന്തായാലും ഒരു കാര്യം ചെയ്യാം ആശാനെ. ആശാൻ ഇനിയിപ്പോ ഇവിടെ നിൽക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് വിഷ്ണുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ഫോൺ നോക്കിയതും അത് സത്യാമ്മയാണെന്ന് കണ്ടതോടെ വിഷ്ണു പറഞ്ഞു, ഓ അമ്മയാ വിളിക്കുന്നത്. കമല, എന്നാ ഞാൻ ഇറങ്ങട്ടെ, അവിടെ മുഹൂർത്ത സമയാകാറായിട്ടുണ്ട് എന്ന് കമലിനോട് വിഷ്ണു അറിയിച്ചതും കമലൻ പറഞ്ഞു, അയ്യോ ആശാനെ, ആശാൻ ഇന്ന് കല്യാണമാണല്ലോ അല്ലേ, എന്നാ ആശാൻ പോയിക്കോ, ഞാൻ അക്കാര്യം മറന്നുപോയി എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, ഓ എന്ത് കല്യാണം, ഇതൊക്കെ വെറും ഒരു വേഷം കെട്ടല് മാത്രമാണെന്നല്ലേ എനിക്ക് ഉറപ്പല്ലേ. പിന്നെ ഞാനിപ്പോ എല്ലാ രീതിയിലും എല്ലാം ക്ഷമിച്ചു വിടുകയാണ്. ഇനിയിപ്പോ നീ എന്നെ കണ്ടിട്ടുള്ളത് പാതി ചത്ത ഒരു മനസ്സുമായിട്ട് നടക്കുന്ന നിന്റെ ആശാനെയല്ലേ. ഇന്നത്തെ ഈ വിവാഹത്തോടെ പൂർണ്ണമായും മരിച്ച ഒരു ആശാരിയാണ്, മനസ്സുകൊണ്ട് പൂർണ്ണമായും മരിച്ച ഒരാശാനെയാണ് കാണുക. പിന്നെ അതിനുശേഷം അങ്ങനെ അങ്ങ് ഒടുങ്ങിത്തീരും ഈ ജീവിതം. ഇനിയും ഞാനിപ്പോ കരുതുന്നത് ഒന്ന് പുഞ്ചിരിക്കാൻ പോലും മറന്നിരിക്കുകയാണ് ഞാൻ. ഇതുടനെ വിഷ്ണു അങ്ങനെ പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ കമലം വിഷ്ണുവിനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ആശാനെ, എനിക്കറിയാം ഇന്നത്തെ ഈ വിവാഹം ആശാന് വെറും ഒരു പ്രഹസനം മാത്രമാണെന്ന്. ആശാന്റെ ഓരോ അണുവിലും ആശാന്റെ മനസ്സിലും ഏട്ടത്തിയമ്മ മാത്രമേ ഉള്ളൂ. അത് തിരിച്ചും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം അത്രത്തോളമാണ്. സ്നേഹത്തിന്റെ ഒരു അക്ഷയ പാത്രമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഏട്ടത്തിയമ്മേ. അതുകൊണ്ട് നിങ്ങൾക്കിടയിലുള്ള പരസ്പര സ്നേഹം, നിങ്ങളുടെ മനസ്സുകൾക്ക് ഉള്ള അടുപ്പം, അത് മറ്റാർക്കും ഉണ്ടാവില്ല. ഇനി വിവാഹം കഴിഞ്ഞാലും, കാർത്തികമായിട്ടുള്ള വിവാഹം കഴിഞ്ഞാലും ആശാന്റെ ജീവിതത്തിൽ നല്ലൊരു കുടുംബജീവിതം ആശാന് നയിക്കാൻ കഴിയില്ല. കാരണം ആശാന്റെ മനസ്സിൽ നിന്നും എടുത്തിയമ്മ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പരസ്പരം മനസ്സ് തുറക്കുകയും പരസ്പരം സുഖവും ദുഃഖവും നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ആശാനെ. അവിടേക്ക് കാർത്തികയെന്നല്ല ഒരു പെണ്ണിനും ആശാന്റെ മനസ്സിലേക്ക് കടന്നു വരാൻ കഴിയുകയില്ല. അത് തീർച്ചയാണ് ആശാനെ. ആശാൻ അത് തിരിച്ചറിയുന്നതുകൊണ്ട് ആശാൻ അത് ഇതിനോട് എതിർക്കാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോഴും സത്യാമ്മയുടെ മുന്നിൽ ആശാൻ എന്തുകൊണ്ടാണ് ഇതെല്ലാം മറച്ചു വെച്ച് നിൽക്കുന്നത്? എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞുവിടായിരുന്നോ എന്ന് ചോദിച്ച് സത്യം തുറന്നു പറയാത്തത് എന്തുകൊണ്ടാണ് എന്ന് വീണ്ടും ചോദ്യം ചെയ്യുന്ന കമലിന്റെ വാക്കുകൾ കേട്ട് വിഷ്ണു പറഞ്ഞു, കമല, ഞാനിങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നീ ചോദിച്ചു. എനിക്ക് പ്രിയപ്പെട്ടവളായിട്ടുള്ളവളെ നഷ്ടപ്പെടുത്താൻ ഒന്നുമല്ല ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കമല, നമ്മുടെ എല്ലാം ജീവിതം ഇങ്ങനെയാണല്ലോ. എനിക്ക് ഒന്ന് ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കമലം പറഞ്ഞു, ആശാൻ ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കുന്നത് ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല, കാണാൻ കഴിയുമെന്ന് കമലിന്റെ ചോദ്യം കേട്ട് വിഷ്ണു പറഞ്ഞു, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എന്ത് ചെയ്യാനാണ്, സാഹചര്യം. എന്തായാലും സാഹചര്യങ്ങൾ അങ്ങനെ ആയ സ്ഥിതിക്ക് ഇനി എനിക്ക് വരുന്ന പോലെ തന്നെ വിചാരിക്കുക. ഇപ്പൊ ഞാൻ അമ്മ മകൻ എന്ന ആ ഒരു ബാധിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും പതിയെ പതിയെ ഇത് മാറും. ഞാൻ ചിന്തിച്ചു നോക്കിയതാണ്, വിഷ്ണുവിന്റെ സ്ഥാനത്ത് ഒരിക്കലും മറ്റൊരാളെ കണ്ടെത്താൻ ശാലിനിക്ക് ആവുകയില്ല, എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ശാലിനിക്ക് പകരം മറ്റൊരു പെണ്ണിനെ എൻ്റെ ജീവിതത്തിലേക്കും കൂട്ടാൻ എനിക്ക് കഴിയില്ല എന്ന് വിഷ്ണു അറിയിച്ചു. പിന്നെ ഇന്ന് നടക്കുന്നത് 12:10 നടക്കുന്നത് അത് വെറും ഒരു പ്രഹസനം മാത്രം, അല്ലെങ്കിൽ വെറും ഒരു കളി മാത്രം. ഈ വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ വിഷ്ണു മനഃപൂർവ്വം കളയും, മറ്റുള്ളവരെ കബളിപ്പിക്കുകയാണ് എന്ന് സത്യം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം തീർച്ചയായും, ഇനി ഈ വിവാഹത്തിൻ്റെ കാര്യം ഓർത്ത് നീ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാതിരിക്കരുത്, കേട്ടല്ലോ കമല. എന്താവശ്യമുണ്ടെങ്കിലും നീ എന്നെ വിളിച്ചോണം എന്ന് കമലിനോട് വിഷ്ണു അറിയിച്ചു. ഇത് കേട്ടതും ആശാനെ എന്ന് വിളിച്ച് സങ്കടത്തോടെ കമൽ അങ്ങനെ നിൽക്കുന്നത് കണ്ട് വിഷ്ണു പറഞ്ഞു, അരേ ഇനി പ്രശ്നമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ എന്തായാലും സൂക്ഷിച്ചു തന്നെ വേണം എന്ന് വിഷ്ണുവിനോടും കമലിനോടുമൊക്കെ പറഞ്ഞു. കമലിനോടും മറ്റ് ആളുകളോടും വിഷ്ണു അങ്ങനെ നിന്നു. വിഷ്ണു പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് അവിടേക്ക് എത്തിയത് കണ്ട് എല്ലാവർക്കും ആകെ അതിശയമായി. അങ്ങനെ അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ പെട്ടെന്ന് വിഷ്ണു അവിടുന്ന് പുറത്തേക്ക് പോകുന്ന നേരം കമലം വല്ലാത്ത ടെൻഷനിലായി. അതെ, ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏത് സമയത്താണെങ്കിൽ പോലും നീ എന്നെ വിളിക്കാൻ മറക്കരുതെന്ന് വീണ്ടും ചോർത്ത് വിഷ്ണു ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ തൻ്റെ ജീപ്പിനരികിലേക്ക് വന്ന് വിഷ്ണു നിൽക്കും. എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. കോൾ അറ്റൻഡ് ചെയ്ത് വിഷ്ണു അങ്ങനെ സംസാരിച്ച് ജീപ്പിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടേക്ക് ശ്യാമ 2 കുട്ടികളുമായിട്ട് ഒരു ടാക്സി വിളിച്ച് ആ ഹോസ്പിറ്റലിൽ വന്നിറങ്ങി. ശ്യാമയും കുട്ടികളും കൂടി വേഗം അകത്തേക്ക് ഓടിയെത്തി റിസപ്ഷനിലുള്ള ആളെക്കുറിച്ച് ചോദിച്ചു. ഈ സമയത്ത് അവിടേക്ക് ഇറങ്ങി വരുന്ന ശ്യാമ വിഷ്ണു പോയി. അങ്ങനെ കമലയും കൂടി വേഗം ശാലിനിയെ കാണുവാനായി നേരെ ക്യാബിനിലേക്ക് കയറി വന്നു. ശാലിനി എപ്പോഴും വല്ലാത്ത ബുദ്ധിമുട്ടോടെയാണ്
ആ സമയത്തെല്ലാം ശാലിനി ഈ സമയം ശാലിനിയുടെ ഇരുവശങ്ങളിലുമായി പപ്പിയും സത്യവും വന്ന് നിൽക്കുകയും അമ്മ കണ്ണു തുറന്നേ ഇത് ആരാ വന്നു നോക്കിയേ എന്നൊക്കെ ഓരോരോ കാര്യങ്ങൾ ശ്യാമയുടെ മനസ്സ് മാറ്റാനായി സത്യ സംസാരിച്ചു. എന്നിട്ടും യാതൊരു മാറ്റവും ഇല്ല എന്നുള്ള കാര്യം പിന്നീടാണ് മനസ്സിലായത്. ശാലിനിയെ കാണാനായി എത്തിയ ശ്യാമ രണ്ടു കുട്ടികളെയും ശാലിനിയുടെ ഇരുവശങ്ങളിലായി നിർത്തി. എന്നിട്ട് ശാലിനിയെ നായ്ക്കുട്ടികൾ ശ്രമിച്ചു. അമ്മ എന്താ കണ്ണു തുറക്കാത്തത്, എന്നിട്ട് ആ അമ്മ എന്ന് പറഞ്ഞ് സത്യ പറയുമ്പോൾ ഉടനെ സ്നേഹ സത്യയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, പൊന്നുമോളെ, അമ്മയ്ക്ക് ആക്സിഡന്റ് സംഭവിച്ച് ബോധം കെട്ട് കിടക്കുകയല്ലേ, ഈ സമയത്ത് അമ്മ എങ്ങനെയാണ് മോളുടെ വിളി കേൾക്കുന്നത് എന്ന് വിഷമത്തോടെ ശ്യാമ പറഞ്ഞു. ഉടനെ തന്നെ ശ്യാമയുടെ കയ്യിലേക്ക് ശാലിനി ആ മൊബൈൽ ഫോൺ നൽകി. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞ് ഇതില് ഗെയിം കളിച്ചുകൊണ്ടിരുന്നോ, അമ്മ ഇപ്പൊ വരാൻ കേട്ടോ എന്ന് പറഞ്ഞ് ശ്യാമ കുട്ടികളെ രണ്ടുപേരുടെയും കയ്യിൽ ഫോൺ കൊടുത്തിട്ട് വേഗം അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് സത്യ ചോദിച്ചു, ആന്റി എനിക്ക് അമ്മയെ കാണാൻ പറ്റില്ലേ എന്ന് ചോദിച്ചപ്പോൾ സത്യയോട് ശ്യാമ പറഞ്ഞു, മോളെ, അമ്മ കണ്ണു തുറന്ന ആദ്യം തന്നെ മോളെ അന്വേഷിക്കുക, ആന്റി അപ്പൊ വിളിക്കാട്ടോ, രണ്ടുപേരും എങ്ങും പോകല്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ശ്യാമ വേഗം ശാലിനിക്കരികിലേക്ക് കയറിപ്പോയി. ഈ സമയത്ത് പപ്പിയോട് നിരാശയോടെ സത്യ ചോദിച്ചു, അല്ല, എനിക്ക് ആകെ ടെൻഷനാണ്, എന്തായാലും അമ്മയ്ക്ക് കുഴപ്പമൊന്നും വരില്ലല്ലോ അല്ലേ, എൻ്റെ അമ്മ എൻ്റെ അടുത്തോട്ട് തന്നെ വരുമല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടും ഉടനെ സത്യയെ സമാധാനപ്പെടുത്തി പപ്പി. എന്താ സത്യ, ഞാനില്ലേ കൂടെ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്നൊക്കെ സത്യയോട് പപ്പി ചോദിക്കണം. അത് കേട്ടതും പപ്പിയുടെ ചോദ്യം കേട്ട സത്യ ആകെ സങ്കടപ്പെടുമ്പോ സത്യ പറഞ്ഞു, അല്ല, എനിക്ക് ആരുമില്ല, അതാ എൻ്റെ അമ്മയ്ക്ക് ഒന്നും വരുത്താതിരുന്നാ മതി എന്നിങ്ങനെ പറയുമ്പോ ഉടനെ പപ്പി പറഞ്ഞു, സത്യയുടെ അമ്മയ്ക്ക് ഇങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ വിഷ്ണു അച്ഛനെ വിവാഹം മുടക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തുമായിരുന്നു. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക, കാർത്തികാനയുടെയും വിഷ്ണു അച്ഛന്റെയും വിവാഹമാണെന്ന് എന്ന് പറഞ്ഞപ്പോ ആകെ നിരാശയായി സത്യക്ക്. ഉടനെ പപ്പി സത്യയോട് പറഞ്ഞു, നല്ല പപ്പി, ഇനി അച്ഛമ്മയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വിളിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞ് വേഗം ആ നമ്പറിലേക്ക്, ശാരദാമ്മയുടെ നമ്പറിലേക്ക് വിളിക്കാനായിട്ട് അവർ ഇരുവരും ശ്രമിച്ചു. അതിലേക്ക് കോള് പോകാതായതോടെ വീണ്ടും ഉടനെ തന്നെ മുകളിലുള്ളവർക്ക് കോൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മുകളിലുള്ളവരെ സഹായിക്കാനായിട്ട് കോള് ചെയ്യാനായിട്ട് വേണ്ടി റെഡിയാക്കി നിർത്തി. ഈ സമയത്ത് പോകാനായിട്ട് നിൽക്കുന്ന എല്ലാം റെഡിയാക്കി കൊടുത്തതിന്റെ സന്തോഷത്തിൽ പോകാനായിട്ട് ഹർഷൻ നിൽക്കുമ്പോൾ നേഴ്സിനോട് ഹർഷൻ ചോദിച്ചു, അല്ല, ഇനി ഞാൻ പൊക്കോട്ടെ? അപ്പോഴേക്കും നേഴ്സ് പറഞ്ഞു, അതെ, നിങ്ങൾ മെഡിസിനുമായിട്ട് വന്ന സമയത്ത് സാറേ ആ പേഷ്യന്റിന്റെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്, സാറിന് അവരെ കാണണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഹർഷൻ പറഞ്ഞു, എന്തിന്, അതിന്റെ ആവശ്യമില്ല, നന്ദി വാക്ക് കേൾക്കാനോ, ഇനി എനിക്ക് മുന്നോട്ട് അവരുടെയൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വന്നാലോ, അതുകൊണ്ട് തൽക്കാലം നന്ദി വാക്കിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, പിന്നെ എൻ്റെ വിസിറ്റിംഗ് ടൈം 5 മണി വരെയാണ്, അതുകൊണ്ടാണ് ഞാൻ ധൃതി പിടിച്ച് പോയത് എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടതിന് ശേഷം ശരിയെന്ന് പറഞ്ഞ പുഞ്ചിരിക്കുന്നതിനിടയിൽ വിഷ്ണു ഒന്ന് ദേഷ്യത്തോടെ അയാളെ നോക്കി. അയാൾ പറഞ്ഞതൊക്കെ സത്യസന്ധമാണോ എന്നതായിരുന്നു വിഷ്ണുവിന്റെ മനസ്സിലെ ആശങ്ക. എന്തായാലും ശാലിനിക്ക് ഒരു കുഴപ്പവും വരാതിരുന്നാൽ മതിയെന്ന് വിഷ്ണു അങ്ങനെ പ്രാർത്ഥനയോടെ നിന്നു. അപ്പോഴേക്കും ഹർഷൻ പോകാനായിട്ട് യാത്ര പറഞ്ഞ്, എന്നാൽ ഞാൻ ഇറങ്ങുകയാണ്, എനിക്ക് വേറെ ആരും ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കാനില്ലല്ലോ എന്ന് പറഞ്ഞ് ഹർഷൻ അവിടെ നിന്ന് ഇറങ്ങി. ഈ സമയത്ത് വാതിക കാത്തു നിന്ന കുട്ടികൾക്ക് ആകെ ടെൻഷനായി. ഇത്രയും നേരമായിട്ടും ഒരു അറിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തപ്പോ ഇനി കല്യാണം മുടക്കാൻ പോകുമ്പോഴേ ആ ആന്റിയുടെ കാമുകം വരിക എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഇവിടുന്ന് എവിടെയെങ്കിലും എത്രയും പെട്ടെന്നെങ്കിലും കണ്ടെത്തണമെന്ന് രണ്ടുപേരും തീരുമാനിച്ചു. ഉടനെ ഫോൺ എടുത്ത്, ഞാൻ ശാരദാമ്മ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാരദാമ്മയുടെ ഫോണിലേക്ക് ഇരുവരും ചേർന്ന് വിളിച്ചു. കോൾ എടുക്കാതായതോടെ രണ്ടുപേർക്കും ആകെ ടെൻഷനായി. ഉടനെ തന്നെ ഗ്രൂപ്പിന് വെച്ച് ഉടനെ തന്നെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ശ്യാമയെയും പപ്പിമോളെയും സമാധാനപ്പെടുത്തിയ ശാലിനിക്ക് ഇങ്ങനെ അവസ്ഥ വന്നുകൊണ്ട് ആകെ ടെൻഷനിലായി വരും. ഈ സമയത്ത് പുറത്തേക്ക് പോയ ഹർഷൻ ഒരു ഫോൺ കോൾ വന്നതും ഹർഷൻ തന്റെ കാറിനരികിൽ നിന്ന് അയാളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് റേഞ്ച് തേടിപ്പോയ രണ്ടു കുട്ടികൾക്കും അവിടെ നല്ല റേഞ്ച് കിട്ടി. അങ്ങനെ ഉടനെ തന്നെ വിവരങ്ങളെല്ലാം വിളിച്ച് സംസാരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയതുകൊണ്ട് എല്ലാം വേഗം തന്നെ തീർത്തു കളയാമെന്നുള്ള സന്തോഷത്തിൽ പെട്ടെന്ന് ജോലിയിൽ മുഴുകിക്കൊണ്ട് അങ്ങനെ ഇരുന്നു.